കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് വിഭജനം BJPയെ തുണച്ചുവെന്ന ആരോപണം ബലപ്പെടുത്തി വോട്ട് കണക്കുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 648 വോട്ട് മാത്രം കൂടുതൽ നേടിയ BJP 6 സീറ്റ് അധികം നേടിയത് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയാണ്. UDF അനുകൂല സീറ്റുകൾ വിഭജിച്ച് CPM BJPക്ക് വഴിയൊരുക്കിയെന്ന് KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത് ആരോപിച്ചു. ഷേപ്പ് ചെയ്ത് ചെറിയ ചെറിയ കുട്ടി വാർഡുകൾ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യരിതൊന്നും പൂർണ്ണമായി പഠിക്കാനൊന്നും ശ്രമിക്കില്ലല്ലോ. വളരെ കൃത്യമായി BJP ജയിക്കണമെന്ന നിർബന്ധ ബുദ്ധിയിൽ ചെയ്തു കൊടുത്താണ് BJP ജയിക്കണം. വോട്ടർമാർ CPMനെ കൈയൊഴിഞ്ഞു. അവർ പൂർണ്ണമായി എത്തിയത് UDFിലേക്കാണ്. വർദ്ധിച്ച വോട്ടിൽ പോലും 5-1 വോട്ട് പോലും BJPക്ക് അനുകൂലമായി കിട്ടിയില്ല. പക്ഷെ അവർക്ക് 6 സീറ്റ്, നേരെ ഇരട്ടി സീറ്റാണ്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഇത് കോഴിക്കോട്ടെ ഉദാഹരണമാണ്. കോഴിക്കോട്ടെ ഈ വാർഡ് വിഭജനത്തിൽ നേരത്തെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണം ഉന്നയിച്ചതാണ്. മറ്റെവിടെയെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കോഴിക്കോട്ട് ഏതൊക്കെ വാർഡുകളാണ് ഇങ്ങനെ വിഭജിച്ചത്? കോഴിക്കോട് 6-ൽ നിന്നും 13-ലേക്ക് സീറ്റുകൾ വർദ്ധിച്ചു. വലിയ തോതിലുള്ള ഒരു കോഴിക്കോട് കോർപ്പറേഷനിൽ BJP വലിയ സ്വാധീനം വർദ്ധിപ്പിച്ചു എന്ന രീതിയിലാണ് അത് വിലയിരുത്തപ്പെട്ടത്. സ്വാഭാവികമായിട്ടും എത്രത്തോളം വോട്ട് അവർക്ക് വർദ്ധിച്ചു എന്നതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തുമ്പോഴാണ് 648 വോട്ട് മാത്രമാണ് 2020 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് വർദ്ധിച്ചിട്ടുള്ളത്. അതേസമയം UDF 18,000 വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. CPM 17,000 വോട്ട് കുറയുകയും ചെയ്തു. അതായത് 632 എന്ന് പറഞ്ഞ വളരെ വോട്ടുകൾ പുതുതായിട്ട് വന്ന വോട്ടുകൾ പരിഗണിക്കുമ്പോൾ അതൊരു വർധനയായിട്ട് പോലും പരിഗണിക്കാൻ കഴിയാതിരിക്കെ എന്തുകൊണ്ട് ഇത്രയും വാർഡുകൾ വർദ്ധിച്ചു എന്നത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം തന്നെ ഉയർന്ന ചാലപ്പുറം ഉൾപ്പെടെയുള്ള വാർഡുകളിലേക്കും മറ്റു വാർഡുകളിലേക്കും പരിശോധനകളിലേക്ക് പോകുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ചെറിയ വാർഡുകൾ, അതായത് UDFന് പിന്നെ LDFിനെ സംബന്ധിച്ചുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട് എന്ന് വ്യക്തമാണ്. അതിൽ തന്നെ CPM ജയിക്കാൻ കഴിയുന്ന വാർഡുകൾ ആ അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുക. അത് ഒരു ഘട്ടത്തിലും CPM ജയിക്കാൻ സാധ്യതയില്ലാത്ത UDF വാർഡുകൾ അതിൽ ചെറിയ വാർഡ് വിഭജനത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അത് BJPക്ക് അനുകൂലമാക്കി UDFിന്റെ സീറ്റുകൾ കുറയ്ക്കുക എന്നൊരു തന്ത്രം കോഴിക്കോട് പയറ്റി എന്നൊരു ഫീലിംഗാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചാലപ്പുറത്ത് നമുക്ക് ആദ്യമേ വന്നിട്ടുള്ള ചാലപ്പുറത്തിലെ UDF അനുകൂല ബൂത്തുകൾ പൂർണ്ണമായും മുഖദാർ എന്ന് പറയുന്ന മറ്റൊരു UDF ബൂത്തിലേക്ക് നൽകുന്നു. അവിടുത്തെ വോട്ട് കൂടിയെന്നല്ലാതെ UDFിനെ സംബന്ധിച്ചുള്ള ആ ഒരൊറ്റ സീറ്റ് എപ്പോഴും ലഭിക്കുന്നു. അതേസമയം ചാലപ്പുറത്തെ സീറ്റ് UDFിന്റെ സ്വാധീന വോട്ടുകൾ കുറയുകയും ചാലപ്പുറം BJPയിലേക്ക് സ്വാഭാവികമായിട്ട് വരികയും ചെയ്തു. സമാനമായ രീതി തന്നെയാണ് മാവൂർ റോഡ്. വലിയങ്ങാടി എന്ന് പറയുന്ന UDFിന്റെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് വിഭജിച്ച് മാവൂർ റോഡാക്കുന്നത്. അതിൽ UDF അനുകൂല വോട്ടുകൾ കുറ്റിച്ചിറ എന്ന് പറയുന്ന മറ്റൊരു UDF വാർഡിലേക്ക് മാറ്റുകയും മാവൂർ റോഡ് ഒരു ചെറിയൊരു 4,000 വോട്ട് മാത്രം, 4,000 താഴെ വോട്ടുള്ളൊരു വാർഡായി മാറുകയും ചെയ്തു. അവിടെ 700-ലധികം വോട്ട് പിടിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു. സമാനമായ അവസ്ഥയാണ് പന്നിയങ്കരയിൽ മുസ്ലിം ലീഗിന്റെ സീറ്റാണ്. അവിടെ മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ വിജയിക്കുന്ന സീറ്റാണ്. അവിടെയും UDF അനുകൂല വോട്ടുകൾ മറ്റൊരു UDF സീറ്റായ കോൺഗ്രസ് സീറ്റായ കല്ലായിലേക്ക് മാറ്റുന്നു. കല്ലായിൽ ഭൂരിപക്ഷം UDFിന് കൂടി. അതേസമയം പന്നിയങ്കര സീറ്റ് BJP വിജയിക്കുന്നു. ഇങ്ങനെ BJP വിജയിക്കുക അല്ലെങ്കിൽ CPM വിജയിക്കാൻ LDF വിജയിക്കാൻ സാധ്യതയില്ലാത്ത വാർഡുകളിൽ അവിടുത്തെ UDF അനുകൂല വോട്ടുകൾ മാറ്റിക്കൊണ്ട് അവിടെ BJP വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UDFിന്റെ നമ്പേഴ്സ് കുറയും എന്നൊരു തന്ത്രം പയറ്റിയെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ കാരപ്പറമ്പ് നവ്യ വിജയിച്ച നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ പോലും വലിയൊരു മത്സരം അവിടെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെ നിന്നും കുറച്ച് UDF അനുകൂല വോട്ടുകൾ അപ്പുറത്തെ ചക്രോത്തുകുളം എന്ന് പറയുന്ന വാർഡിലേക്ക് മാറ്റുന്നു. പുതിയറയിലും UDF ഒരുപക്ഷെ ഇത്തവണ തിരിച്ചുപിടിച്ചേക്കും. റിനീഷ് മാറിയതിനു ശേഷം BJP മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചതാണ്. അതും തിരിച്ചുപിടിച്ചേക്കും എന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അവിടെയും UDF അനുകൂല വോട്ടുകൾ മറ്റു വാർഡിലേക്ക് മാറ്റുന്നു. ആ അർത്ഥത്തിൽ ഒരു ക്ലിനിക്കൽ പ്രിസിഷനോട് കൂടി വാർഡ് വിഭജനം നടത്തി എന്നൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. ഈ കോൺഗ്രസ് ഇക്കാര്യം ആരോപണമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. CPM സമയത്തോളം ഇതൊരു വാർഡ് വിഭജനം എന്ന് പറയുന്നത് സാങ്കേതികമായി ജയന്ത് പറയുന്നത് ഇങ്ങനെ വാർഡ് വിഭജനം നടത്തുന്നതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നാണ്. നേരത്തെ മുസ്ലിം ലീഗ് കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അന്ന് കോൺഗ്രസ് റെസ്പോണ്ട് ചെയ്തില്ലേ? കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നുള്ള കൗൺസിൽ പാർട്ടി തന്നെ ഹൈക്കോടതിയിൽ പോവുകയും പരാതി നൽകുകയും ഹർജി സ്വീകരിക്കുകയും ചെയ്തതാണ്. ഹർജി 2 തവണ നോട്ടീസ് നൽകി വിശദീകരണം ചോദിച്ചു വന്നപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമുക്ക് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും സമാനമായ അവസ്ഥ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഈ സംബന്ധിച്ചുള്ള പരാതികൾ വരുന്നു, പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നു, പിന്നെ കോടതിയിൽ പോകുന്നു, കോടതി 2 തവണ അത് ഹർജി കേൾക്കുമ്പോഴത്തേക്കും ഇലക്ഷൻ എല്ലാം കഴിയും, ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടും ഹർജി അസാധുവായി പോവുകയും ചെയ്യും. ഇത് എല്ലാ കാര്യത്തിലും നടക്കുന്നത്. അപ്പോൾ ഈ അത്തരം ഒരു ഘട്ടത്തിലേക്ക് എത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ വാർഡ് വിഭജനത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു, രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വാർഡുകൾ വിഭജിക്കുന്നു, തികച്ചും അശാസ്ത്രീയമായി, അതോടൊപ്പം രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് വെക്കുന്നു. ആ സംബന്ധിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നില്ല. പിന്നീട് അത് കോടതിയിൽ പോകുന്നു, കോടതി പരിശോധിച്ച് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് കഴിയുന്നു എന്നൊരു രീതിയാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഈ ഒരു അർത്ഥത്തിലുണ്ടായി. 2 വളരെ പൗരന്മാരെ സംബന്ധിച്ചോളം വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക്. കാരണം കുറേ വാർഡുകൾ, ചെറിയ വാർഡുകൾ, 3000 വോട്ട് 4000 വോട്ടുള്ള വാർഡുകൾ, കുറേ വാർഡുകൾ 9000, 10,000, 12,000 ഉള്ള രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും UDFിന്റെ സ്വാധീനശേഷി കുറയുന്നു. മാത്രമല്ല അവിടെ
അവിടെ താമസിക്കുന്ന പൗരന്മാരെ സംബന്ധിച്ചോളം 3000 വോട്ടുള്ള ഒരു കൗൺസിലർ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ 12,000 വോട്ടുള്ള ഒരാളും ഒരു കൗൺസിലർ. സ്വാഭാവികമായിട്ടും കൗൺസിലറുടെ സേവനം അതോടൊപ്പം തന്നെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവരുടെ സേവനങ്ങളിലൊക്കെ തന്നെയും ആ അർത്ഥത്തിലൊരു പരിമിതിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ വലിയ അശാസ്ത്രീയമായി വെട്ടിമുറിക്കുന്നു. അതിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് BJPക്ക് തുണയായത് എന്ന വിവരമാണ് മുഹമ്മദ് അസ്ലം നൽകുന്നത്.